വ്യവസായ മേഖലയിലെ കേരളത്തിന്റെ അഭൂതപൂർവമായ വളർച്ചയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ എം പി ലേഖനത്തിലൂടെ പ്രകീർത്തിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ വളർച്ച, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ 1-ാം സ്ഥാനം, വ്യവസായ സാഹചര്യമൊരുക്കൽ എന്നിവയാണ് തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന ലേഖനത്തിലാണ് കണക്കുകൾ ഉദ്ധരിച്ച് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ വ്യവസായത്തെക്കുറിച്ച് തരൂർ വിവരിച്ചത്. തുടർന്ന് കേരളത്തിന് അകത്തും പുറത്തും വിഷയം ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിലെ ഇടത് സർക്കാരിന്റെ കാലത്തെ വ്യവസായ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ തിരുത്താൻ തയ്യാറാവാതെയാണ് ശശി തരൂർ നിൽക്കുന്നത്. മാറ്റി പറയണമെങ്കിൽ കണക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ദേശീയ സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് തരൂർ. പ്രവർത്തക സമിതി അംഗത്വം ഒഴിയണമെങ്കിൽ അതും ചർച്ച ചെയ്യാമെന്നും തരൂർ വ്യക്തമാക്കി കഴിഞ്ഞു. സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണയ്ക്കണമെന്നും അത്തരം കാര്യങ്ങൾ അംഗീകരിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. കുട്ടികളുടെ നല്ല ഭാവിക്ക് നിക്ഷേപണം വേണമെന്നാണ് ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങളെ കാണണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് അംഗീകരിക്കണം. തന്റെ നിലപാടിൽ മാറ്റമില്ല. വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണിത്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ലേഖനം എഴുതിയത്. കണക്ക് ഏതെന്നറിയാൻ പ്രതിപക്ഷ നേതാവ് ലേഖനം വായിക്കണമെന്നും കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞിരുന്നു. വിദേശകാര്യങ്ങളിൽ രാജ്യ താൽപര്യം നോക്കണം, അതിൽ രാഷ്ട്രീയ താൽപര്യം നോക്കരുത്. ഇതാണ് തന്റെ നിലപാട്. മോദി ട്രംപിനെ കണ്ടത് രാജ്യത്തിനുള്ള അംഗീകാരമെന്നും തരൂർ പറഞ്ഞിരുന്നു. അതേസമയം വിഷയത്തെ കോൺഗ്രസ് നേതൃത്വവും ലീഗും എതിർത്ത് നിൽക്കുകയാണ്. സംസ്ഥാനത്തെ വ്യാവസായിക വികസനത്തെ പുകഴ്ത്തി പറഞ്ഞ ശശി തരൂർ എം പിയെ തള്ളിപ്പറയുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ സംരംഭത്തിന്റെ കണക്ക് തരൂരിന് എവിടെ നിന്ന് കിട്ടിയെന്ന് സതീശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ലേഖനം എഴുതിയതെന്ന് അറിയില്ലെന്നും ലേഖനം പാർട്ടി പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ലെന്നും വി ഡി സതീശൻ വിമർശിച്ചിരുന്നു. തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്നാണ് മുരളീധരൻ പ്രതികരിച്ചത്. പാർട്ടിയുടെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്ന് കോൺഗ്രസ് മുഖപത്രം ലേഖനവും എഴുതിയിരുന്നു. കേരളത്തിന് പുറത്തും ശശി തരൂരിന്റെ ലേഖനം രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.